ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം പരിപാടിയിലേക്ക് സ്വാഗതം. എൻ്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ എന്നെ മതബോധനം പഠിപ്പിച്ചിരുന്നതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എൻ്റെ ഒരു ബന്ധു തന്നെയായ ഒരു അക്കൗണ്ടി എന്ന് പറയുന്ന ഒരു ആൻറ്റിയാണ്. ഈ ആൻറ്റി പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അന്നൊന്നും അത് ഗണിക്കത്തില്ലായിരുന്നെങ്കിലും പിന്നീട് ആത്മീയതയോട് താല്പര്യം വന്നപ്പോൾ അതെല്ലാം എൻ്റെ ഓർമ്മയിലേക്ക് തിരികെ വരുന്നുണ്ട്. അന്ന് ആൻറ്റി ഞങ്ങളെ ചെറുപ്പത്തിൽ കാണിച്ചിരുന്ന ഒരു ചെറിയൊരു പടമുണ്ട്. തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു പുസ്തകം. ഈ പുസ്തകത്തിൽ പാപം ചെയ്യുമ്പോൾ ഒരാളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പിശാച് കയറുന്നതും വ്യത്യസ്ത ജീവികളുടെ രൂപത്തിൽ വന്നിരിക്കുന്നതും പാപം മാറി മാനസാന്തരപ്പെടുമ്പോൾ അയാളുടെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം ഓടുന്നതും ഇങ്ങനെയൊക്കെ കാണിച്ച് ഞങ്ങളെ അല്പം ഭയപ്പെടുത്തിയും അതിൻ്റെ ഭീകരത മനസ്സിലാക്കി തരാനായിട്ട് ആൻറ്റി ശ്രമിച്ചത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മതബോധന ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിഞ്ഞുകൂടാ, പലരും പറയുക മതബോധന കേന്ദ്രങ്ങൾ കൊണ്ട് എന്താണ് പ്രയോജനം? ഏറ്റവും വലിയ പ്രയോജനം ഇത് തന്നെയാണ്. ഒരു വ്യക്തി എന്തു ചെയ്യണം, എന്തു ചെയ്യരുത് എന്നുള്ളതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ, വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങൾ ഏറ്റവും നന്നായി ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നത് മതബോധന ക്ലാസ്സുകൾ തന്നെയാണ്. ആ വ്യക്തിയുടെ വിശ്വാസ തീക്ഷ്ണതയിൽ വളർത്തുവാൻ എത്രത്തോളം ഉപകരിക്കുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ ഞങ്ങളെപ്പോലെ യുവജനങ്ങളെ ധ്യാനിപ്പിക്കുന്നവരാണ് ചോദിക്കേണ്ടത്. കാരണം യുവജനങ്ങളുടെ അടുക്കൽ കടന്നു ചെല്ലുമ്പോൾ അവരോട് യേശുവിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, പാപത്തെക്കുറിച്ചും വലുതായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ അവർക്ക് അറിയാവുന്നതാണ്. എന്നാൽ അവരെ രണ്ടാമത് നിസാരമായ ചില മാർഗങ്ങളിലൂടെ അവരെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവർ ഈ വിശ്വാസത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് കാണാറുണ്ട്. ഇതൊക്കെ മതബോധനത്തിൻ്റെ പ്രയോജനമാണ്. ഞാൻ പറഞ്ഞത് മതബോധന കേന്ദ്രങ്ങൾ നമുക്ക് നൽകിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജ്ഞാനമാണ് പാപത്തിൽ നിന്ന് മാറി നടക്കണം എന്നുള്ള ജ്ഞാനം. ആദ്യ കുർബാനയ്ക്ക് ഒരുങ്ങുമ്പോഴും അല്ലെങ്കിൽ മറ്റ് കൂദാശകൾ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോഴും എല്ലാം മതബോധന കേന്ദ്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പാപത്തിൽ നിന്ന് മാറി നടക്കണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വലുതായി കഴിഞ്ഞ് ധ്യാനങ്ങൾക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഈ ധ്യാനങ്ങളിൽ നിരന്തരം നമ്മൾ കേൾക്കുന്നത് എങ്ങനെയെങ്കിലും പാപത്തിൽ നിന്ന് നമ്മൾ മാറി നടക്കണമെന്നുള്ള ഒരു വാക്കാണ്. ഇത് കേട്ട് പാപത്തിൽ നിന്ന് മാറാൻ പരിശ്രമിക്കുകയും അവസാനം പല പാപങ്ങളിലും വീണ്ടും വീണ്ടും വീഴുന്നത് കണ്ട് ആകെ അസ്വസ്ഥനാവുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ മാറുകയാണ്. ഈ അസ്വസ്ഥതയ്ക്ക് പിന്നിൽ എന്താണ് രഹസ്യം? ഈ അസ്വസ്ഥത മാറുവാൻ നമ്മൾ എന്തു ചെയ്യണം? അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുവാൻ പോകുന്ന വിഷയം. പ്രിയമുള്ളവരെ, സ്വയം ഒന്ന് നന്നാകുന്നത് എങ്ങനെ? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഈശോയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്: എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മത്തായി 9:12 ഈശോ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് എങ്ങനെയാണ്? ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. എസെക്കിയേൽ പ്രവാചകൻ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വലിയ പ്രവചനം നടത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങളാണ്: ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കി മാറ്റും. ഇത് യേശുവിൻ്റെ കാലഘട്ടത്തിൽ സംഭവിക്കുവാൻ പോകുന്ന വലിയ ആത്മ പകർച്ചയുടെ, വലിയ പരിശുദ്ധാത്മ കൃപയുടെ ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ഈ പ്രവചനം നടക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, യേശുവിനെ അനുധാവനം ചെയ്തിരുന്ന വലിയ വലിയ പാപികൾ. ഒരു ദിവസം യേശു ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് അവൻ കണ്ടു. അവനെ നോക്കിയിട്ട് യേശു പറഞ്ഞു, വരിക. ഉടനെ എഴുന്നേറ്റ് എല്ലാം വിട്ട് ആ ചുങ്കക്കാരൻ യേശുവിൻ്റെ പുറകെ പോവുകയാണ്. അദ്ദേഹമാണ് മത്തായി. പിന്നീട് സുവിശേഷം എഴുതിയതും അദ്ദേഹമാണെന്ന് വിശ്വസിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ,
ഈ കർത്താവ് തന്നെയാണ് ഒരു പാപിനിയായ സ്ത്രീയെ, മഗ്ദലനക്കാരി മറിയത്തെ, കർത്താവിൻ്റെ വലിയ സ്നേഹസാന്ത്വനത്താൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവർത്തനത്താൽ അപ്പോൾ തന്നെ മാറ്റുകയാണ്. പിന്നീട് അവൾ വിശുദ്ധയായി ലോകം മുഴുവൻ അവളുടെ പ്രവൃത്തികൾ പ്രഘോഷിക്കപ്പെടുന്ന രീതിയിലും അവൾ കത്തോലിക്ക സഭ ഒരു വിശുദ്ധയായി വണങ്ങുന്ന രീതിയിലും ഒക്കെ മാറുന്നത് നമ്മൾ കാണുകയാണ്. കർത്താവ് ഏതൊക്കെ വ്യക്തിയുടെ, സക്കേവൂസിൻ്റെ, മറ്റനേക പാപികളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരൊക്കെ മാറുന്നൊരു കാഴ്ച നമ്മൾ കാണുകയാണ്. ഇത് കേട്ട ആവേശം കൊണ്ട് നമ്മളൊരു ധ്യാനത്തിന് പോകുമ്പോൾ ധ്യാനത്തിൽ വലിയ കൊടിയ പാപികൾ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ ഇന്ന പാപങ്ങളിൽ ജീവിച്ച വ്യക്തിയാണ്, എന്നാൽ യേശു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഞാൻ സ്വതന്ത്രനായി എന്ന് പറയുന്നത് കേട്ടിട്ട് ഞാനും വലിയ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വ്യത്യാസം ഞാൻ അറിയുന്നുണ്ട്. ഞാൻ അതുവരെ ചെയ്യാതിരുന്ന പല നന്മ പ്രവൃത്തികളും പുണ്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങുകയും അതുവരെ ചെയ്തിരുന്ന പല പാപങ്ങളും എന്നെ വിട്ടുപോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പാപത്തെക്കുറിച്ചുള്ള, ദൈവത്തെ വേദനിപ്പിക്കുന്ന നമ്മുടെ പ്രവൃത്തികളെ കുറിച്ചുള്ള ആഴമായ ജ്ഞാനം നമ്മളിൽ വരുമ്പോൾ ഈ അവശേഷിക്കുന്ന പാപങ്ങളും ചില ബന്ധനങ്ങളും കൂടെ ഒന്ന് വിട്ടുപോയിരുന്നെങ്കിലെന്ന് നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്നെങ്കിലും വീണ്ടും വീണ്ടും അതിൽ വീണു പോകുന്നൊരു കാഴ്ച കണ്ടിട്ട് ഇനി ധ്യാനത്തിന് പോകണോ വേണ്ടയോ ഇങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് വരെ നമ്മൾ കടന്നു വരുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈശോ സ്വയം പറഞ്ഞൊരു കാര്യമാണ്, ഞാനൊരു വൈദ്യനാണ്, ഒരു ഡോക്ടറെ പോലെയാണ്. പാപി എന്ന് പറയുന്നത് ഒരു രോഗിയാണ്. ഈ രോഗി ഡോക്ടറുടെ അടുത്ത് വരുന്നത് പോലെയാണ് ഈ പാപികൾ എൻ്റെ അടുത്ത് വരുന്നതെന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ അതുപോലെയാണ് നമ്മളും എവിടെ പോകുന്നത്? യേശുവിൻ്റെ അടുക്കൽ പോകുന്നത്. യേശു എൻ്റെ പാപങ്ങൾ മോചിക്കും, ഞാൻ പിന്നെ പാപം ചെയ്യത്തില്ല, ഞാൻ വിടുതൽ പ്രാപിക്കുമെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ചെല്ലുന്നത്. എന്നിട്ട് ഒരു 6 മാസം 7 മാസം കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച മാറ്റമൊന്നും വരുന്നില്ല. പ്രിയമുള്ളവരെ, യേശു പറഞ്ഞ ഉപമ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. യേശു പറഞ്ഞത് ഞാൻ വൈദ്യനാണ്, പാപി രോഗിയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു രോഗി വൈദ്യൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഈ വൈദ്യൻ ഈ രോഗിയെ ഇങ്ങനെ നോക്കി, നീ എൻ്റെ അടുത്ത് വന്നല്ലോ, തിരിച്ചു വയ്ക്കോ, നിനക്കിനി രോഗമൊന്നുമില്ല, ഇങ്ങനെയാണോ പറയുക? അതോ വൈദ്യൻ ഈ രോഗിയെ മൊത്തമായി പരിശോധിച്ചതിന് ശേഷം ആ രോഗിക്ക് വളരെ നിസ്സാരമായ 1-2 പ്രവൃത്തികൾ ഏർപ്പാട് ചെയ്ത് കൊടുത്തിട്ട് അത് കൃത്യമായ ആ രോഗി ചെയ്യുന്നതിലൂടെയാണോ അദ്ദേഹത്തിന് രോഗവിമുക്തി കിട്ടുക? ഇതിലേതാണ് സംഭവിക്കുക? രോഗി വൈദ്യൻ്റെ അടുത്ത് പോയി തിരിച്ചു വന്നു എന്ന കാരണം കൊണ്ട് രോഗം മാറിയ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കർത്താവിൻ്റെ ഉപമ വളരെ വ്യക്തവും കൃത്യവുമാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ വളരെ നിസ്സാരമായ ഒരു കാര്യമായിരിക്കും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് വിമോചനം ഉണ്ടാവുക. ഒരിക്കലൊരു കാർ കമ്പനി പരസ്യം ചെയ്തു, ഞങ്ങളുടെ കാർ വാങ്ങിച്ചാൽ 5 വർഷം കഴിഞ്ഞാലും അത് കേടാകത്തില്ല. അങ്ങനെ ഒരാൾ കാർ കമ്പനിയുടെ കാർ വാങ്ങിച്ചു. കൂട്ടത്തിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടി. അദ്ദേഹം അതൊക്കെ വാങ്ങിച്ചിട്ട് കാറുമായിട്ട് അങ്ങനെ പോയി. ഒരു 5 മാസം 6 മാസം കാർ അങ്ങനെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ കേടായി. ഇയാൾ വളരെ കുപിതനായി ഈ കാർ കമ്പനിയുടെ ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് പരസ്യമാണ് കൊടുത്തത്? 5 വർഷം ഓടിച്ചാലും കേടുവരാത്ത കാറെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ കാർ കേടായില്ലേ? അപ്പോൾ അവർ ചോദിച്ചു, സാർ എത്രാമത്തെ സർവീസാണ് കഴിഞ്ഞത്? അപ്പോൾ അയാൾ പറഞ്ഞു, സർവീസോ? എന്ത് സർവീസ്? അപ്പോൾ പറഞ്ഞു, സാറിനോട് ഞങ്ങൾ പറഞ്ഞില്ലേ ഇത്ര കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ ഇന്ന സർവീസ് ചെയ്യണം, ഇവിടെ കൊണ്ടുവരണം. സാറെന്താ ഈ വണ്ടി കൊണ്ടുവരാതിരുന്നത്? പ്രിയമുള്ളവരെ, വാഗ്ദാനം കൃത്യമാണ്. എന്താണ് വാഗ്ദാനം? 5 വർഷം ഓടിച്ചോ, 5 ലക്ഷം കിലോമീറ്റർ ഓടിച്ചോ കാർ കേടാകത്തില്ലായിരിക്കാം. പക്ഷേ ആ കാറിന്റെ വാഗ്ദാനത്തോടൊപ്പം ഈ കാർ വാങ്ങുന്ന ആൾ ചെയ്യേണ്ട ചില ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ കാർ കമ്പനിക്കാരൻ പറയും. അത് എഴുതിയ ലഘുലേഖയുടെ പേര് അല്ലെങ്കിൽ ആ എഴുതിയ പുസ്തകത്തിന്റെ പേര്, ഒരു കാറ്റലോഗ് അദ്ദേഹത്തിന് കൊടുക്കും. ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, ഇൻസ്ട്രക്ഷൻസ് പറയുന്ന ഒരു കടലാസ് കഷ്ണമെങ്കിലും അദ്ദേഹത്തിന് കൈമാറും. അതിലെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഇദ്ദേഹം ചെറിയ ചെറിയ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വലിയ അപകടങ്ങൾ വരാതെ ആ കാർ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പ്രിയമുള്ളവരെ, ഡോക്ടർ നൽകുന്ന മരുന്ന് വാങ്ങിക്കുകയും കഴിക്കുകയും ചെയ്യാതിരുന്നിട്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു ഒരാഴ്ചക്കഴിയും നിന്റെ അസുഖം മാറും, ഒരാഴ്ച കഴിഞ്ഞാൽ നീ സുഖമാകും എന്ന അവസാനം പറഞ്ഞായിരുന്നു എന്നതിൻ്റെ പേരിൽ നമുക്ക് ഡോക്ടറെ തള്ളാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ ചെയ്യേണ്ട ചില ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മാനസാന്തര അനുഭവത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുക. എന്താണ് ആ ചെറിയ കാര്യങ്ങൾ? നമ്മൾ വചനത്തിൽ കാണുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് തന്നെയാണ് നമുക്ക് മാനസാന്തരം ഉണ്ടാവുന്നത്. സത്യമാണ്. നമ്മൾ മനുഷ്യരുടെ പ്രയത്നമോ ആഗ്രഹമോ അല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എല്ലാത്തിനും കാരണം. ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് കരുതി അനങ്ങാതിരിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
മനസ്സിലാക്കുക, ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിൻ്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മനുഷ്യൻ്റെ പ്രവർത്തനം, രണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനം. ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് അവനിലേക്ക് ആത്മാവിനെ അയച്ച് അവനെ പൂർണ്ണമായി അതിൽ നിന്ന് വിടുവിക്കുക. മനുഷ്യൻ്റെ പ്രവർത്തനം മനുഷ്യൻ ചെയ്യാതെ ഒരിക്കൽ എൻ്റെ ചില മാറാത്ത തെറ്റുകൾ, കുറ്റങ്ങൾ, ബലഹീനതകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ പരാതിയും പരിഭവമായി കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് കർത്താവ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ ചോദ്യത്തിൻ്റെ ആ വരവ് കാണുമ്പോൾ അത് കർത്താവ് തന്നെയാണ് ചോദിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നും എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്: നീ എത്രമാത്രം എഫേർട്ട് ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എടുക്കുന്നുണ്ട്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരോടും എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം. പ്രിയമുള്ളവരെ, നമുക്ക് വീട് വെക്കാൻ വേണ്ടി, നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി, മക്കളുടെ കല്യാണം നടക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് ഓർമ്മയുണ്ടോ? അതുപോലെ തീക്ഷ്ണതയോടെ ഏതെങ്കിലും ഒരു പാപത്തിൻ്റെ ബന്ധനം നമ്മളിൽ നിന്ന് അഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം, നമ്മുടെ ജീവിതത്തിലെ ആധ്യാത്മിക കർമ്മങ്ങൾ നമ്മളുടെ ഒരു പാപബന്ധനം മാറ്റുക എന്ന തീക്ഷ്ണമായ ആഗ്രഹത്തോടെ എപ്പോഴെങ്കിലും അനുഷ്ഠിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് ഏത് പാപത്തെ ടാർഗറ്റ് ചെയ്താണ് നമ്മളുടെ പ്രാർത്ഥനകളും ജപങ്ങളും മുന്നോട്ട് പോയത്? ഈ 6 മാസക്കാലം എത്രയോ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. കുർബാന സ്വീകരിച്ച് നാവിൽ ഈശോ വന്നാൽ ഉടനെ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എല്ലാ ആവശ്യങ്ങളും അരമണിക്കൂറിനകം മുഴുവനും പറഞ്ഞു തീർക്കുന്നു. പക്ഷേ എത്ര തീക്ഷ്ണതയോടെയാണ് ആ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പറഞ്ഞത്: കർത്താവെ, നിന്നെ വേദനിപ്പിക്കുന്ന എൻ്റെ ഉള്ളിലെ ഈ സ്വഭാവം മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത്. ജപമാലകൾ ചൊല്ലുമ്പോൾ, നിയോഗം വെക്കുമ്പോൾ എത്രയോ തീക്ഷ്ണതയോടെ വീട് വെക്കുവാൻ, ജോലി കിട്ടുവാൻ, പൈസ കിട്ടുവാൻ പ്രാർത്ഥിച്ചു. എന്നാൽ ഈ പാപത്തിന്റെ കെട്ടെന്നെ അഴിയട്ടെ എന്ന് പറഞ്ഞ് എത്ര ജപമാലകൾ ചൊല്ലി. ഹൗ മച്ച് എഫേർട്ട് യു പുട്ട്. നീ എത്ര വലിയ അത്ഭുത പ്രവർത്തികൾ ചെയ്യുവാൻ കഴിവുള്ള ആളാണെന്ന് വീരവാദം പറയുന്ന ആളാണെങ്കിലും അതേ സമയം തന്നെ നീ ദൈവസന്നിധിയിൽ നിന്റെ പാപത്തെ അതിൽ നിന്ന് രക്ഷപ്പെടാനാവാത്തൊരവസ്ഥയിൽ നീ കഴിയുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു നിമിഷം നീ ഓർമ്മിക്കണം, നീ വലിയ അത്ഭുതങ്ങൾ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ച ആ പ്രാർത്ഥനയുടെ ഒരു ശക്തിയുണ്ടല്ലോ, ആ ശക്തി അതുപോലെ ഈ ഒരു പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്നേ ഒരു വിശുദ്ധ വ്യക്തിയായിട്ട് മാറുമായിരുന്നു. നമ്മളും വിശുദ്ധരും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. വിശുദ്ധരെല്ലാവരും അവരുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ അവസ്ഥകൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഭൗതിക അവസ്ഥകൾ മാറാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ധ്യാനത്തിന് പോകുമ്പോഴും ആരാധനയ്ക്കൊക്കെ ഉയർത്തുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന വരുന്നത് ഭൗതിക അവസ്ഥകൾ മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പക്ഷെ പാപം ചെയ്യണമെന്നുള്ള കാര്യം കേൾക്കുന്നു, ഇടയ്ക്ക് വെറുതെ ഒന്ന് അതിനെക്കുറിച്ച് ദൈവത്തോട് പറയുന്നു, അതിനുശേഷം പിന്നെ അനക്കമില്ല. അങ്ങനെ ജീവിച്ചാൽ 6 മാസം കഴിയുമ്പോൾ നമുക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല, ഈ വ്യക്തിയുടെ ആത്മീയത പൂർണ്ണമായി താഴെ പോകും. കാരണം പാപം നമ്മളിൽ വീണ്ടും പിടിമുറുക്കും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് പറഞ്ഞത് നമ്മൾ കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവിന് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി കഠിന പരിശ്രമം ചെയ്താൽ ഭൗതികമായ എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് നിറവേറ്റി തരുമെന്നാണ്. നിങ്ങൾ എൻ്റെ വചനങ്ങൾ അനുസരിക്കുമെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഹിതം അനുവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഇത് കർത്താവിൻ്റെ ഹിതം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ബൈബിൾ പറയുന്ന ചില സൂത്രങ്ങൾ ഞാൻ പറയാം. ഓർമ്മിക്കുക, ദൈവത്തിൻ്റെ ആത്മാഭിഷേകമാണ്, കൃപയാണ് നമ്മളെ മാറ്റുന്നത്. എന്നാൽ ദൈവം നമ്മൾ എത്ര പരിശ്രമിക്കുന്നു എന്ന് നോക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പരിശ്രമം നമ്മളുടെ പ്രാർത്ഥന തന്നെയാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഈ പാപത്തിൻ്റെ കാരണം അറിഞ്ഞ് അതിനെ മാറ്റുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാരണം നമുക്കറിയാം, പലപ്പോഴും പാപത്തിൻ്റെ കാരണം സാഹചര്യമാണ്. ഉദാഹരണത്തിന് മത്തായി 5:30 യേശു പറയാണ്, വലതുകരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയണം. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നതാണ്. ഇത് കർത്താവ് നമ്മുടെ കൈ വെട്ടി മാറ്റാൻ പറഞ്ഞതല്ലെന്ന് ഏത് സാധാരണക്കാരനും അറിയാം. കർത്താവ് പറഞ്ഞത് നമ്മളുടെ ജീവിതത്തിലെ ഒരു സാഹചര്യം നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കുന്നെങ്കിൽ, ഒരു സുഹൃത് ബന്ധം, ഏതെങ്കിലും തരത്തിലുള്ള നമ്മളുടെ ജീവിത സാഹചര്യം, നമ്മൾ പോകുന്നിടങ്ങൾ അത് നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നെങ്കിൽ അതെടുത്ത് മാറ്റുക. TV പാപത്തിലേക്ക് നയിക്കുന്നെങ്കിൽ ആ കണക്ഷൻ കട്ട് ചെയ്യുക. പ്രിയമുള്ളവരെ, കമ്പ്യൂട്ടർ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ലോക്ക് പിടിപ്പിക്കുക. നമ്മളെ പാപം ചെയ്യിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല മാർഗം നമ്മൾ എടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴാണ്
പിന്നീട് കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ വരിക. അടുത്തൊരു കാര്യം കർത്താവ് പറയുന്നത് നമ്മുടെ ചിന്തകളെ വ്യക്തമായിട്ട് പറയാൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെടേണ്ടത് എങ്ങനെയെന്ന് പറയുന്ന വചനം ഇത്. അതായത് ഒരു വ്യക്തിക്ക് മാനസാന്തരപ്പെടണമോ രൂപാന്തരപ്പെടണമോ അയാളുടെ മനസ്സിനെ നവീകരിക്കണം. എന്താണ് മനസ്സിനെ നവീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ചിന്തിക്കുന്നൊരു രീതിയുണ്ടല്ലോ, ആ രീതി മാറണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്? ഈ ലോകത്തിൽ എത്ര പരദൂഷണമാണ് ചിന്തിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ ചിന്തയിൽ മുഴുവൻ. പിന്നെ എങ്ങനെ നമ്മൾ പാപം ചെയ്യാതിരിക്കും? ഈ ചിന്തയെ അങ്ങോട്ട് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള TV പ്രോഗ്രാമുകളാണ് നമ്മൾ കാണുന്നത്. ഭാഗ്യവശാൽ ഇന്ന് ഈ പ്രോഗ്രാം നമ്മളിൽ പലരും കാണുന്നു, ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നു. എന്നാൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലായിരിക്കുമ്പോൾ മറ്റനേകം പാപപ്രേരണ നൽകുന്ന കാര്യങ്ങൾ കാണുവാൻ വേണ്ടി നമ്മൾ കണ്ണ് തുറക്കുകയാണ്, കാത് തുറക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ കാര്യങ്ങൾക്കനുസരിച്ചുള്ള ചിന്തകൾ നമ്മളിൽ രൂപപ്പെടുകയാണ്. അങ്ങനെ നമ്മളിൽ ചിന്തകൾ രൂപപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ബൈബിൾ പറയുകയാണ്, പ്രഭാഷകന്റെ പുസ്തകം 37:16, ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം, എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ്. അപ്പോൾ ഇപ്പോൾ ഏത് പാപമാണോ നമ്മളെ അലട്ടുന്നത് അറിഞ്ഞുകൊള്ളുക, ബൈബിൾ പറയാണ് ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം. പാപം ചെയ്യുന്നതിന് മുമ്പ് അതിലേക്ക് നയിക്കുന്ന ഒരു ചിന്ത ദൈവം അനുവദിക്കാതെ, ദൈവത്തിന് ഇഷ്ടമില്ലാതെ നമ്മളിലേക്ക് കടന്നു വരുവാൻ നമ്മൾ അനുവദിച്ചു, നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച്. ആ ചിന്തയെ നമ്മൾ താലോചിച്ചു. ഇന്നും നമ്മുടെ വീട്ടിൽ ആ ചിന്തകൾക്ക് ഇടം നൽകുന്ന സാഹചര്യങ്ങൾ നമ്മൾ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിൽ ആ ചിന്തകൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് നിമിത്തം എന്ത് സംഭവിക്കുന്നു? നമുക്ക് വീണ്ടും ആ പാപം ചെയ്യുവാനായിട്ട്, ആ ഉദ്യമം ചെയ്യുവാനായിട്ട് നമ്മുടെ ആലോചനകൾ നമ്മളെ അങ്ങോട്ട് നയിക്കുകയാണ്. അതുകൊണ്ട് ഈ ചിന്തകളെ പൂർണ്ണമായിട്ട് മാറ്റുവാൻ ദൈവത്തിൻ്റെ വലിയ ആത്മപ്രവൃത്തി തന്നെ വേണം. പക്ഷേ ഈ ചിന്തകളെ മാറ്റുവാൻ നമ്മുടെ ഒരു പ്രവൃത്തി ആവശ്യമാണ്. കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുവാൻ വേണ്ടി ആ മനുഷ്യരോട് പറഞ്ഞത് ഒരു ചെറിയ പ്രവൃത്തിയാണ്. എന്താണ്? കല്ല് ഉരുട്ടി മാറ്റുക. കല്ലുരുട്ടി മാറ്റിയാൽ മരിച്ചവൻ എഴുന്നേക്കുവോ? നിസ്സാരമായ ചോദ്യമാണ്. കല്ലുരുട്ടി മാറ്റിയാൽ മനുഷ്യൻ എഴുന്നേക്കുവോ? ഇല്ല, മരിച്ചവൻ എഴുന്നേക്കില്ല. പക്ഷേ കല്ലുരുട്ടി മാറ്റിയപ്പോൾ മരിച്ചവൻ എഴുന്നേറ്റു. കാരണം അതുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് കല്ലുരുട്ടി മാറ്റുക. പക്ഷെ കല്ലുരുട്ടി മാറ്റി അതാ അവിടെ അകത്ത് കിടന്നവൻ പൊങ്ങി പുറത്തു വന്നു. കെട്ടിയിട്ട് കിടന്നവൻ ലാസർ തനിയെ പുറത്തു വന്നു. എങ്ങനെ വന്നു? കർത്താവ് തൻ്റെ മനുഷ്യരോട് പറഞ്ഞു കല്ലുരുട്ടി മാറ്റുക. അവർ ഉരുട്ടി മാറ്റി കർത്താവ് പ്രവർത്തിച്ചു. ഈ അപ്പം, നിങ്ങളുടെ കയ്യിലുള്ള അപ്പം കൊണ്ടുവരാൻ പറഞ്ഞു. 5 അപ്പം കൊണ്ടുവന്നാൽ 5000 പേർക്ക് കൊടുക്കാൻ പറ്റുമോ? 2 മീൻ കൊണ്ടുവന്നാൽ 5000 പേരെ ഭക്ഷണം കൊടുത്ത് തൃപ്തരാക്കാൻ പറ്റുമോ? എന്നാൽ കർത്താവ് പറഞ്ഞ പ്രവൃത്തിയാണ്, ചെറിയൊരു പ്രവൃത്തിയാണ്. അത് ചെയ്യുവാൻ മനസ്സ് കാണിച്ചപ്പോൾ, അതുകൊണ്ട് കൊടുത്തപ്പോൾ അതാ എല്ലാവർക്കും അപ്പം കൊടുക്കുകയാണ്. പിന്നെ കർത്താവ് പ്രവർത്തിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണുകയാണ്, കർത്താവ് ബാലികയുടെ വീട്ടിൽ ചെന്ന് അവൾ മരിച്ചു കിടക്കുകയാണ്. അവളുടെ വീട്ടുകാരോട് പറയുകയാണ് എല്ലാവരെയും പുറത്താക്കുക. കർത്താവ് എല്ലാവരെയും പുറത്താക്കാൻ പറയുമ്പോൾ ആ വീട്ടുകാർ കർത്താവിനോട് കൂടെ നിന്ന് എല്ലാവരോടും പുറത്തു എന്ന് പറയുകയാണ്. കാരണം കർത്താവ് ആവശ്യപ്പെടുകയാണ്, ഇവരെല്ലാം പുറത്തു പോയാൽ ഈ കുട്ടി എഴുന്നേക്കുമോ? ഒരു ബന്ധവുമില്ലെന്ന് നമുക്ക് തോന്നും. പക്ഷേ കർത്താവ് പറഞ്ഞത് ആ വീട്ടുകാർ കേട്ടു. ബന്ധുക്കളെയും സകല കുഴലൂത്തുകാരെയും പുറത്താക്കി വാതിലടച്ചു കഴിഞ്ഞപ്പോൾ അവൻ ബാലികയുടെ കൈക്ക് പിടിച്ചു, അവൾ എഴുന്നേറ്റു. അതുകൊണ്ട് കർത്താവ് നമ്മൾ ചെയ്യണമെന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണം. ഇവിടെ കർത്താവ് നമ്മളോട് പറയുകയാണ്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. നിങ്ങളുടെ മനസ്സിനെ പുതിയ ചിന്തകൾ കൊണ്ട് നിറയ്ക്കുന്ന എന്നതിനെയാണ് നവീകരണം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ പുതിയ ചിന്തകൾ നിറയുവാനായിട്ട് നമ്മൾ ഇടവരുത്തണം. ഇതിനെന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? നമ്മളെ പുതിയ ചിന്തകളിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ തുടങ്ങണം. അതാണ് വചനം കേൾക്കുക, ധാരാളം വചനം കേൾക്കുക, വചനം വായിക്കുക, വചനവുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ നടക്കുന്നിടങ്ങളിൽ പോവുക, ദൈവത്തെ അനുസരിക്കണമെന്ന് പറയുന്ന പ്രഭാഷണങ്ങളിൽ കേട്ട് അതിലെ വചനങ്ങൾ കാണാതെ പഠിക്കുക. ദൈവത്തെ അനുസരിക്കുവാനായിട്ട് ദൈവം നമ്മളോട് പറയുന്ന വചനങ്ങൾ, ചിലപ്പോൾ ചില ശാസനയുടെ വചനങ്ങളുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, ചില അച്ഛന്മാർ ഭയങ്കരമായിട്ട് ശാസിക്കുന്ന വചനങ്ങൾ പറയുമെന്ന്. പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വചനങ്ങൾ. എന്താണെന്ന് അറിയാമോ? കർത്താവിൻ്റെ ശാസനയുടെ അകത്ത് വിമോചനമുണ്ട്. കർത്താവ് എന്നെ വഴക്ക് പറഞ്ഞാൽ ആ വഴക്ക് പറയുന്ന വാചകം ബൈബിളിൽ ഉണ്ടെങ്കിൽ അതൊരു പുരോഹിതൻ എന്നോട് പറയണം. കർത്താവിൻ്റെ വഴക്ക് ഞാൻ കേൾക്കണം. ആ വഴക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ആ വഴക്കിൻ്റെ വചനം ഞാൻ കാണാതെ പഠിച്ച് എന്നോട് തന്നെ പലതവണ
പറയും. പ്രിയമുള്ളവർ, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ കർത്താവിൻ്റെ വഴക്ക് കേൾക്കുന്നത് ഒരു വിമോചനമാണ്. ഇത് കർത്താവിൽ വിശ്വാസമില്ലാത്തവർക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇങ്ങനത്തെ വചനം പ്രസംഗിക്കുന്ന, നമ്മളെ കർത്താവ് വഴക്ക് പറയുന്ന വാക്കുകളൊക്കെ എടുത്തു പിടിച്ച് പ്രസംഗിക്കുന്ന വലിയ പ്രവാചകന്മാരുണ്ട്. അവരത് പറയുമ്പോൾ ആ വഴക്കിനോടൊപ്പം ഒരു വിടുതലും കടന്നു വരുന്നുണ്ട്. നീ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ നീ കൊല്ലരുത്, നീ വ്യഭിചാരം ചെയ്യരുത്, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്, അതുകൊണ്ട് അശുദ്ധമാക്കി കളയരുത്. ഇങ്ങനെയൊക്കെ ചിലയിടത്ത് കർത്താവ് പറയുന്നുണ്ടല്ലോ വ്യക്തമായിട്ട്. അണലി സന്തതികളെ എന്ന് വിളിച്ചിട്ട് ഈശോയും പറയുന്നുണ്ട്, സ്നാപയോഹന്നാനും പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊക്കെ കേൾക്കുമ്പോൾ കർത്താവ് പറയാണ്, നല്ല മനുഷ്യൻ നന്മയുടെ ഹൃദയത്തിൽ നന്മ പുറപ്പെടുവിക്കുന്നു, തിന്മയുടെ മനുഷ്യൻ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ല വാക്കുകൾ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? കർത്താവിൻ്റെ ചോദ്യമാണ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നന്മ നിറയ്ക്കുവിൻ, ഹൃദയങ്ങളിൽ നന്മ നിറയ്ക്കുവിൻ. ഈ നന്മ നിറയ്ക്കുവാനായി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സാധിക്കുമോ ആ മാർഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിമോചനം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഒരു ധ്യാനത്തിന് പോയിട്ട് 5 മിനിറ്റ് പ്രാർത്ഥിച്ചത് കൊണ്ട് ആരും മാനസാന്തരപ്പെടുകയില്ല. ഏതെങ്കിലും ഒരു ധ്യാനത്തിന് പോയിട്ട് മാനസാന്തരപ്പെടണം എന്ന് തീരുമാനിച്ചത് കൊണ്ട് ആരും മാനസാന്തരപ്പെടുകയില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. 1, സാഹചര്യങ്ങളെ ഒഴിവാക്കണം. 2, നല്ല ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കണം. അതിനാവശ്യമായ കാര്യങ്ങൾ കണ്ണിലൂടെയും കാതിലൂടെയും നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. അതിന് ഇന്ദ്രിയങ്ങളെ സഹായിക്കുന്ന സ്ഥലങ്ങളിൽ പോകണം, കൂട്ടായ്മകളിൽ പോകണം. അങ്ങനെയുള്ള ഓഡിയോ കാസറ്റുകൾ, വീഡിയോ കാസറ്റുകൾ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ, ഇതെല്ലാം നമ്മൾ സ്വായത്തമാക്കണം. അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കണം. ഇങ്ങനെ ഒരു 3 വർഷം ഒരു തീക്ഷ്ണതയോടെ പ്രവർത്തിച്ച് ഒരിക്കൽ ആ തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് 3 വർഷമെങ്കിലും കഠിനമായ തീക്ഷ്ണതയോടുകൂടി നന്മ കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് 3 വർഷം കൊണ്ട് ഒരാൾ ഡിഗ്രി എടുത്തു കഴിയുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ ആ ഡിഗ്രിക്കനുസരിച്ചുള്ള ഒരാഠ്യത്വം വരുമെന്ന് പറയുന്നത് പോലെ കഠിനമായ വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ വചനങ്ങൾ പഠിക്കുവാനും മനസ്സിൽ കർത്താവിൻ്റെ ജ്ഞാനം നിറയ്ക്കുവാനും ഒരു 3 വർഷം കഠിന തീരുമാനമെടുത്തൊരു ഡിഗ്രി എടുക്കുന്നത് പോലുള്ള സമർപ്പണത്തോടുകൂടി പഠിച്ചു നോക്കിക്കേ കർത്താവിൻ്റെ വലിയ കൃപയും അഭിഷേകവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു തീരുമാനം നമ്മൾ എടുക്കാതെ കർത്താവിന് നമ്മളെ സഹായിക്കാനാവില്ല. ഇതാണ് നമ്മൾ സർവീസിങ്ങിന് കൊടുക്കുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ കല്ലുരുട്ടി മാറ്റുന്ന അവസ്ഥ. പ്രിയമുള്ളവർ, ഈ പരിശ്രമം ചെയ്യുന്നത് സ്വർഗത്തിലിരുന്ന് ദൈവം ഇങ്ങനെ കാണുമ്പോൾ സന്തോഷമുണ്ടായി അവിടെ ആത്മാവിനെ പെട്ടെന്ന് നമ്മളിലേക്ക് അയക്കുന്ന ഒരു ദിവസം വരും. അന്ന് നമ്മൾ അറിയുകയാണ്, ഇന്നലെ വരെ ചെയ്ത പാപം ഞാനിപ്പോൾ ചെയ്യുന്നില്ല, എല്ലാം പോയി. പ്രിയമുള്ളവരെ, ഇന്നലെ വരെ ഒന്നും ചെയ്യുന്നില്ല. ഇതാ, നീ ഒരു ചെറിയ പാപം മാറാൻ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. എല്ലാ പാപവും മാറാൻ നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും ആദ്യത്തെ ഒരു 6 മാസം നിന്നിലുള്ള ഒരു പാപം ഒന്നെടുത്തേ. ആ ഒരു പാപം മാറുമ്പോൾ അഹങ്കാരമായിരിക്കും, നമ്മളൊന്ന് എടുക്കണം. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്, എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷേ അഹങ്കാരത്തെ മാത്രം ഒരു 6 മാസം ഫോക്കസ് ചെയ്തേ. ഈ അഹങ്കാരം ഒന്ന് കുറയ്ക്കാൻ, പ്രശംസയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം കുറയ്ക്കാൻ, നമുക്ക് സ്വയം പൊങ്ങാനുള്ള ആഗ്രഹം കുറയ്ക്കാൻ, ഇങ്ങനെ ഈ അഹങ്കാരത്തെ മാറ്റാനായിട്ട് ഒരു 6 മാസം ശ്രമിച്ചു നോക്കിയേ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ അഹങ്കാരത്തോടൊപ്പം അസോസിയേറ്റ് ചെയ്ത കുറേ സാധനം കൂടെ നമ്മളിന്ന് പോകുന്നത് കാണാം. ഇങ്ങനെ ഒരു പാപത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറേ എണ്ണം കൂടെ പോയി കിട്ടും. ഇതാണ് സത്യം. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ വചനം കേൾക്കുന്നത്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ ഞാൻ മാറ്റാനുണ്ട്, ഒരുപാട് പുനർക്രമീകരണങ്ങൾ ഞാൻ നടത്താനുണ്ട്. അതെല്ലാം നടത്തുന്നതിലൂടെ എൻ്റെ ചിന്താഗതി തന്നെ മാറി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എൻ്റെ ചിന്തകളെ മാറ്റി അങ്ങയുടെ സന്നിധിയിൽ ഹിതകരമായ രീതിയിൽ പാപത്തോട് പോരാടുന്നൊരു വ്യക്തിയായി കാണപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. ഏതൊക്കെ സാഹചര്യങ്ങളെ ഞാൻ ഒഴിവാക്കണമെന്ന് എന്നോട് പറയണമേ. കർത്താവെ, ഈ ലോകത്തിൽ നിന്ന് എന്നെ എടുക്കുവാനല്ലല്ലോ, ദുഷ്ടനിൽ നിന്ന് എന്നെ രക്ഷിക്കുവാനാണ് നീ പ്രാർത്ഥിച്ചതും. നാഥ, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിന്നെ അനുസരിക്കുവാനുള്ള കൃപയും എന്നിൽ നിറയട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.